കൊച്ചി പേട്ടയിലെ മെട്രോ പില്ലറിൽ ബൈക്കിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. തൃപ്പൂണിത്തറ സ്വദേശി ഹോർമിസ് മാത്യുവാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. നിതിൻ സേവ്യർ അപകടകരമായ രീതിയിലാണോ ഇയാൾ വണ്ടി ഓടിച്ചത്? ഇതെന്താണ് സംഭവിച്ചത്? നിതിൻ, ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഈ മെട്രോ പില്ലറിൽ ബൈക്കിടിച്ചുള്ള അപകടത്തിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. നിതിൻ, തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇത്തരത്തിൽ ഈ മെട്രോ പില്ലറുകളിൽ വാഹനം ഇടിച്ചു കയറിയുള്ള മരണം കൊച്ചിയിൽ വളരെ തോതിൽ കൂടുന്നുണ്ട്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. പേട്ട മെട്രോ സ്റ്റേഷന് സമീപം ചമ്പക്കരയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. മെട്രോ പില്ലർ 953 നിയന്ത്രണം വിട്ട ബൈക്കിടിച്ചാണ് തൃപ്പൂണിത്തുറ സ്വദേശിയായ യുവാവ് മരിക്കുന്നത്. ഹോർമിസ് മാത്യു എന്ന യുവാവ് 25 വയസ്സുകാരനാണ്. ഇയാൾ രാത്രി സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ തൃപ്പൂണിത്തുറ ഭാഗത്തു നിന്നും വൈറ്റില ഭാഗത്തേക്ക് പോവുകയായിരുന്ന സമയത്താണ് ഇത്തരത്തിൽ ബുള്ളറ്റ് നിയന്ത്രണം വിട്ട് മെട്രോ പില്ലറിലേക്ക് ഇടിച്ചു കയറി മരിക്കുന്നത്. ഇയാൾ ഉടൻ തന്നെ സമീപത്തൊരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഇയാൾ അമിത വേഗതയിലായിരുന്നു പോയിരുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. സമീപത്തെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഇയാളുടെ മൃതദേഹം നിലവിൽ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഓക്കെ, പേട്ടയിലെ മെട്രോ പില്ലറിൽ ഇടിച്ചാണ് ഈ അപകടമുണ്ടായത്. അടുത്തിടെ ഈ മെട്രോ പില്ലറിൽ വാഹനമിടിച്ചുള്ള അപകടങ്ങളുടെ എണ്ണം കൂടുന്നുണ്ട്. അത് പില്ലറിൻ്റെ കുഴപ്പമില്ല, ഓടിക്കുന്ന ആളുകൾ കുറച്ച് സൂക്ഷിച്ചൊക്കെ ഓടിക്കണം. ഒരിക്കൽ കൂടി പറയുന്നു, രാത്രികാലങ്ങളൊക്കെയാണ്, റോഡൊക്കെ നല്ല വീതിയിലാണെന്ന് കരുതുന്നു. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മെട്രോയുടെ പല പില്ലറിനോടും ചേർന്നിട്ട് റോഡിൻ്റെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ചെറിയൊരു ഉയർച്ച കാണുന്നുണ്ട്, ചെറിയൊരു ബമ്പ് പോലെ. പെട്ടെന്ന് അറിയില്ല, ബൈക്കൊക്കെ നല്ല സ്പീഡിലാണ് വരുന്നതെങ്കിൽ, ഈ പില്ലറിനോട് ചേർന്നാണ് ഓടിക്കുന്നതെങ്കിൽ പെട്ടെന്ന് ഈ പില്ലറിനോട് ചേർന്നുള്ള ഭാഗത്ത് ഒരു ചെറിയ ബമ്പ് പോലെ ഉണ്ടാവും. വളരെ പെട്ടെന്ന് ഇപ്പോൾ ഒരു 80-90 കിലോമീറ്റർ സ്പീഡിലൊക്കെ വരുന്ന ബൈക്കാണെങ്കിൽ നേരെ വന്ന് ഈ ബമ്പിൽ കയറിയാൽ എന്ത് സംഭവിക്കും? നിയന്ത്രണം വിടും, പെട്ടെന്നൊന്ന് പാളും, നേരെ പോയി പില്ലറിലേക്ക് ഇടിക്കും. അങ്ങനെയാണ് മിക്കവാറും അപകടങ്ങൾ സംഭവിക്കുന്നത് എന്നാണ് വിലയിരുത്തുന്നത്. നമുക്കും പലപ്പോഴും അപകടം പറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ പില്ലറിനോട് ചേർന്ന് ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ചില ബമ്പ് ചാടുന്ന പോലെയാണ് ചില സമയത്ത്. അങ്ങനെയൊക്കെ ഉണ്ട് ചിലയിടങ്ങളിൽ, പ്രത്യേകം സൂക്ഷിക്കുക.